നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഈ ലോകത്തിലെല്ലാം ഉണ്ട്. ഞാൻ സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞാലും ഈ ലോകത്തിലെ സമാധാനം ക്ഷണിക നേരം മാത്രമാണ്. ഈ ലോകത്തിലെ സന്തോഷം ഒരു പൂവിരിഞ്ഞ് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നത് പോലെയാണ്. പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല, യാതൊന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ പ്രസവിച്ച അമ്മ മാറിപ്പോകും, ഈ ലോകത്തിൽ ജന്മം നൽകിയ അപ്പൻ മാറിപ്പോകും, സ്നേഹിതർ മാറിപ്പോകും, സഹോദര ബന്ധങ്ങൾ മാറിപ്പോകും, സുഹൃത്തുക്കൾ മാറിപ്പോകും. ഇവിടെ ഈ ലോകത്തിലെ സകല സംഗതികളും മാറിപ്പോകും. മാറ്റമില്ലാത്ത ആ യേശുവിന്റെ സ്നേഹം 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി തീർന്ന ആ യേശു എന്ന് പറഞ്ഞ ശില്പിയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന് മാത്രമേ സകലതും സൃഷ്ടിക്കപ്പെടുവാൻ കഴിഞ്ഞുള്ളൂ. സകലം അവനാലുള്ളതായത്, അവനാൽ കൂടിയാണ് സകലം ഉണ്ടായത്. അവനാണ് ഈ ലോകത്തിന്റെ ശില്പി. ആ ശില്പിയിൽ നിങ്ങൾ പണിതാൽ, നിങ്ങൾ അടിസ്ഥാനമിട്ടാൽ, നിങ്ങളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. ലോകം തരാത്ത സന്തോഷവും സ്നേഹവും തന്ന് നിങ്ങളെ വീണ്ടും പിതാവിന്റെ അടുക്കിലേക്ക് നിർത്തുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. ഞങ്ങൾ ഈ കവലകളിലും തെരുക്കോണിലും നിന്നിട്ട് ഞങ്ങൾ യേശുവിനെ പറയുന്നത് ഉള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഞങ്ങൾ യേശുവിനെ അറിയാതെ ജീവിച്ചവരാണ്. ഈ ലോകത്തിന്റെ സംഗതികളിൽ ആമേൻ ഞങ്ങൾ ജീവിച്ചവരാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും കള്ളനും കഞ്ചാവിനും കരിഞ്ചുവാരയ്ക്കും ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ യഥേഷ്ടം ജീവിച്ചവരാണ്. അതെല്ലാം മായയായിരുന്നു, അതെല്ലാം താൽക്കാലികമായിരുന്നു. ഞങ്ങൾ നിത്യമായ ഒന്നിനെ കണ്ടപ്പോൾ നിത്യമായി ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു സമാധാനം തരുന്ന യേശുവിനെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. യേശുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് മാറ്റിമറിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. യേശുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിൽ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി കഴിയുള്ളൂ. മനുഷ്യൻ എന്ത് സഹായിക്കുമെന്ന് പറഞ്ഞാലും, മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും അത് താൽക്കാലികമാണ്. ഞങ്ങൾ ഈ താൽക്കാലികത്തെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ കാണാത്ത ഒരു നിത്യതയെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ക്ഷണിക നേരം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെടിയിൽ ഒരു പൂവ് ഹല്ലേലൂയ വിരിഞ്ഞു വന്നിട്ട് അത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വാടി കൊഴിഞ്ഞു പോകുന്ന പോലെ അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ പ്രശംസിക്കാൻ പാടില്ല. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, മിഥ്യയാണ്. ഞങ്ങൾ പറയുന്ന നിത്യമായ ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ വീണ്ടും വരുവാൻ സമയമായി, അവന്റെ കാഹളം മദ്യവാനിൽ മുഴങ്ങുവാൻ സമയമായി, അവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും രണ്ടാമത് ആകാശമണ്ഡലങ്ങളിൽ മേഘങ്ങളെ തേരാക്കി തന്റെ കോടാനുകോടി വിശുദ്ധന്മാരുമായി അല്ലെങ്കിൽ സ്വർഗീയ ദൂതന്മാരുമായി മദ്യവാനിൽ വരും.